നെയ്യാറ്റിൻകരയിൽ നിന്ന് ഷിജോ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഷിജോ, ഈ കുടുംബം എന്താണ് പറയുന്നത്? നിലവിലെ ഈ തീരുമാനം, ഈ പ്രവൃത്തികൾ, ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകാൻ അവർ തയ്യാറാകുന്നുണ്ടോ? അതല്ല തുടക്കത്തിൽ പറഞ്ഞതുപോലെ അനുവദിക്കില്ല എന്ന് തന്നെയാണോ ആവർത്തിക്കുന്നത്? അമൃത, ഈ കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിന് കുടുംബം തുടക്കം മുതൽ തന്നെ എതിർപ്പ് അറിയിക്കുന്നുണ്ട്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്, അവരുടെ വിശ്വാസത്തെ അത് വ്രണപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് നെയ്യാറ്റിൻകര ഗോപന്റെ കുടുംബം. മകൻ സനന്ദനായാലും രാജസേനായാലും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല, അവരുടെ വിശ്വാസപ്രകാരം ചെയ്ത കാര്യമാണ് എന്ന് ആവർത്തിച്ച് പറയുക തന്നെയാണ് അവർ ചെയ്തിരുന്നത്. എന്നാൽ കോടതിയുടെ ഒരു പരാമർശം വന്നതിന് പിന്നാലെ അവരുടെ ആദ്യം പറഞ്ഞ സ്റ്റാൻഡിൽ ചെറിയ തരത്തിലുള്ള ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ വളരെ തീർത്തും അല്ലെങ്കിൽ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് ഒരു കൂടിയാലോചനകൾക്ക് ശേഷം ഞങ്ങൾ പ്രതികരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രതികരണം, ഒരു ആദ്യമുണ്ടായിരുന്ന നിലപാടിൽ നിന്ന് ചെറിയൊരു മയപ്പെടുത്തൽ അവരുടെ സംസാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ നെയ്യാറ്റിൻകര ഗോപന്റെ കുടുംബം ഇപ്പോൾ മകൻ അല്പസമയം മുമ്പ് പറഞ്ഞ കാര്യം, ഹിന്ദു സംഘടനകളുമായിട്ടൊക്കെ സംസാരിച്ചതിനു ശേഷം ഇക്കാര്യത്തിൽ ഞങ്ങൾ കൂടുതൽ പ്രതികരിക്കാം, അതായത് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയാണ് ഇക്കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും തങ്ങളോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്, അപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നുള്ള പ്രതികരണമാണ് നെയ്യാറ്റിൻകര ഗോപന്റെ മകൻ സനന്ദൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ചത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ കുടുംബം നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മറ്റൊരാളെയും അറിയിക്കാതെയല്ലേ ഈ പറയുന്ന സമാധി ഇരുത്തിയെന്ന് നിങ്ങൾ പറയുന്നത്? മറ്റാരെയും അറിയിക്കാതെയല്ലേ പൂജാകർമ്മങ്ങൾ കാണാനോ അല്ലെങ്കിൽ ആ സമയത്ത് മറ്റാരും അറിയരുതെന്നൊക്കെ കരുതിയല്ലേ നിങ്ങൾ ചെയ്തത്? അപ്പോൾ പിന്നെ ഇക്കാര്യത്തിൽ ഈ കല്ലറ തുറന്ന് പരിശോധിക്കാനകത്ത് മറ്റൊരു സംഘടനയുടെ അല്ലെങ്കിൽ മറ്റൊരാളുകളുടെ അഭിപ്രായം തേടുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അതിന് പോലും അവർക്ക് കൃത്യമായ മറുപടിയില്ല. എല്ലാ കാര്യങ്ങളും ഹിന്ദു ഐക്യവേദിയുമായി സംസാരിച്ചതിന് ശേഷം പറയാം എന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ ഈ സനന്ദനടക്കമുള്ള ആളുകൾ പോയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കല്ലറ പൊളിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം ഈ കല്ലറ പൊളിക്കാനായിട്ട് ഇവിടെ സർവ്വസന്നാഹങ്ങളുമായിട്ട് വന്നപ്പോൾ സനന്ദനും മകൻ രാജസേനനും ഭാര്യ സുലോചനയും രാജസേനന്റെ ഭാര്യയും അടക്കമുള്ളവർ ഈ കല്ലറയ്ക്ക് ചുറ്റും കുത്തിയിരുന്നുകൊണ്ട് വലിയ തരത്തിൽ പ്രതിഷേധിച്ച ഒരു രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. അതേ തുടർന്നാണ് പിന്നീട് അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്കൊക്കെ പോകാനായിട്ട് വഴിവെച്ചത്. വീണ്ടും അങ്ങനൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഒരു വിലയിരുത്തൽ ജില്ലാ ഭരണകൂടത്തിനുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി ശാന്തമാണ് എങ്കിൽ പോലും ഒരുപക്ഷെ കല്ലറ പൊളിക്കാൻ വേണ്ടി വരുമ്പോൾ വീണ്ടും നേരത്തെ ഉണ്ടായതുപോലെയുള്ള ഒരു പ്രശ്നമുണ്ടായാൽ അത് വീണ്ടും സങ്കീർണമാകും. അതുണ്ടാവാതെ വളരെ സമാധാനപരമായിട്ട് ഈ കല്ലറ പൊളിക്കാനുള്ള തീരുമാനത്തിലേക്കായിരിക്കും ജില്ലാ ഭരണകൂടം കടക്കുക. അതേസമയം ഈ കുടുംബത്തിന്റെ നിലപാടിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകും എന്ന കാര്യം കൂടി നോക്കിക്കാണുന്നുണ്ട്. ഇപ്പോൾ കുടുംബം കോടതിയെ അംഗീകരിച്ചുകൊണ്ട് കല്ലറ പൊളിച്ച് പരിശോധിക്കാം എന്നുള്ള നിലപാട് പൂർണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ തുറന്ന് പരിശോധിക്കാൻ കഴിയും. പക്ഷേ കുടുംബം ഇപ്പോഴും പറയുന്നത് ഹിന്ദു ഐക്യവേദി പറയുന്നതിനനുസരിച്ച് ചെയ്യാം എന്നുള്ള നിലപാടിലാണ് കുടുംബം ഇപ്പോഴും തുടരുന്നത്.